രാമേശ്വരം പാപമോചനത്തിൻ്റെ സ്ഥലമാകുന്നതെങ്ങനെ? ഈ രാമായണത്തിൽ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻ സ്വാമി, സുഗ്രീവൻ തുടങ്ങിയവരുടെ അകമ്പടിയോടുകൂടി രാമേശ്വരത്താണ് ഒടുവിൽ എത്തിച്ചേരുന്നത്. അവിടെ നിന്നാണ് വിവിധ സാഹചര്യങ്ങളുടെ ഫലമായിട്ട് ലങ്കയിലേക്കുള്ള ചിറ സൃഷ്ടിക്കുന്നത്, രാമസേതു. അപ്പം അവിടെ തൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് അനേക വിഘ്നങ്ങൾ കണ്ട ശ്രീരാമൻ ആ രാമേശ്വരം കടൽ തീരത്ത് ഭഗവാൻ വിശ്വനാഥനെ, മഹാദേവനെ ശിവലിംഗമുണ്ടാക്കി ആരാധിക്കുവാൻ തീരുമാനിച്ചു. ഹനുമാൻ ഒരു ശിവലിംഗത്തിന് വേണ്ടി അവിടെ നിന്ന് യാത്രയായെങ്കിലും ആഞ്ജനേയസ്വാമി ലക്ഷണമൊത്ത ഒരു ശിവലിംഗം കണ്ടെത്തി തിരികെ എത്താൻ കുറെ വൈകുകയുണ്ടായി. ആ മുഹൂർത്തം മാറിപ്പോകുമെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ മണ്ണുകൊണ്ട് അതിവിശിഷ്ടമായ ഒരു ശിവലിംഗം തീർത്ത് അതിൽ പൂജ ആരാധനകൾ ആരംഭിക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ എത്തിയ ഹനുമാൻ സ്വാമി ഇത് കാണാനിടയാകുകയും ഹനുമാൻ സ്വാമിയുടെ ഒരു വിഷാദം അകറ്റുന്നതിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ശിവലിംഗവും അതിന് സമീപം പ്രതിഷ്ഠിച്ച് രാമൻ ആരാധന നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ലങ്കാപ്രയാണം. തുടർന്നുള്ള കഥ നിങ്ങളെല്ലാവരും രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ടുനിന്ന മഹായുദ്ധത്തിനൊടുവിൽ രാവണ സൈന്യത്തെ മുഴുവൻ നിഗ്രഹിച്ച് രാമൻ സീതയെ വീണ്ടെടുത്ത് തിരികെ വരികയാണ്. തിരികെ രാമേശ്വരത്ത് എത്തിച്ചേരുന്ന രാമൻ ഒരു വലിയ പാപമോചന യജ്ഞമാണ് പിന്നീട് നടത്തുന്നതായിട്ട് ചില വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ധർമ്മ സംരക്ഷണത്തിനും സീതാമോചനത്തിനു വേണ്ടിയാണെങ്കിലും നടന്നത് ഒരു മഹായുദ്ധവും അതിൽ നിർവഹിക്കപ്പെട്ടത് നിഗ്രഹം എന്ന കർമ്മവുമാണ്. അതിൻ്റെ സകലവിധ പാപമോചനവും സംഭവിക്കുന്നതിന് മഹാസമുദ്ര സംഗമ ഭാവമായിരിക്കുന്നതായ രാമേശ്വരം തീർത്ഥകരയിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ദേവാധിദേവനായ മഹാദേവനെ വ്യത്യസ്തങ്ങളായ അനേകം സമ്പ്രദായങ്ങളിൽ ശ്രീരാമചന്ദ്രൻ ആരാധിക്കുകയും പൂജ നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ രാമേശ്വരം പിന്നീട് എല്ലാവരും പാപമോചന തീർത്ഥമായിട്ട് കാണാൻ തുടങ്ങി. തങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക ദശാസന്ധികളിൽ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, പൂർവകർമ്മ ദോഷങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള വിമോചനത്തിന് വേണ്ടി രാമേശ്വരത്ത് എത്തിച്ചേർന്ന് വിശ്വനാഥനായ മഹാദേവനെയും അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച ശ്രീരാമസ്വാമിയെയും യഥാവിധി ആരാധിച്ച് പോരുക പതിവായി. തലമുറകൾക്ക് വേണ്ടി, കഴിഞ്ഞുപോയ അനേകം തലമുറകൾക്ക് വേണ്ടി ശ്രാദ്ധബലി കർമ്മങ്ങൾ രാമേശ്വരം തീർത്ഥകരയിൽ വെച്ച് നിർവഹിച്ച് അവിടുത്തെ വിശുദ്ധമായ കിണറുകളിൽ നിന്ന് സ്നാനവും നടത്തി ഈ രാമനാഥ ക്ഷേത്ര ദർശനവും നടത്തി ആ തീർത്ഥാടനം പൂർത്തിയാക്കിയാൽ നാളതുവരെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും പരിപൂർണമായ മോചനം ഉണ്ടാകുമെന്നാണ് പൗരാണികമായ വിശ്വാസം. നിങ്ങളുടെ കുടുംബത്തിൽ പൂർവിക ദോഷങ്ങൾ, പിതൃക്കളുടെ അനുഗ്രഹക്കുറവുകൾ, പൂർവ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള ശ്രാദ്ധാദി കർമ്മങ്ങൾ കാലാകാലങ്ങളിൽ ശരിയായ വിധത്തിൽ നടത്തപ്പെടാതെ വന്നിട്ട് സംഭവിച്ചതായ ഒരു പിതൃക്കളുടെ അനുഗ്രഹക്കുറവ് തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ നിലനിന്നിരുന്നാലും അതിനെല്ലാം വിശിഷ്ട പരിഹാരമായി മഹാനാരായണ കലശം പോലെയുള്ള പൂജാകർമ്മങ്ങളൊക്കെ നിർവഹിച്ച് പിതൃശാന്തികരമായ അനുഷ്ഠാനങ്ങൾ ചെയ്ത് രാമേശ്വരത്തേക്ക് തീർത്ഥയാത്ര നടത്തി രാമേശ്വരം തീർത്ഥകരയിൽ തീരത്ത് ശരിയായി ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ കിണറുകളിൽ നിന്നുള്ള തീർത്ഥജല സ്നാനവും നിർവഹിച്ച് രാമനാഥസ്വാമി ദർശനവും കഴിച്ച് പൂർത്തിയാക്കുന്നതായാൽ സമ്പൂർണമായ വിധത്തിലുള്ള ദോഷശാന്തി ഉണ്ടാകുന്നതാണ്.